ഇന്ന് ഞാൻ എൻ്റെ പൂച്ചക്കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോ. ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അപ്പോൾ അവളുടെ ശ്വാസം മുട്ടൽ അങ്ങോട്ട് കുറവില്ല കേട്ടോ. ഭേദമുണ്ട്. ഫുഡ് ഇത്തിരി കഴിച്ചു. പക്ഷെ എന്നാലും നല്ല ശ്വാസം മുട്ടലാണ് കേട്ടോ. കണ്ണാണെങ്കിൽ ഇങ്ങനെ ആകെ ചുവന്നിട്ടിരിക്കുക. അപ്പോൾ ഡോക്ടറെ ഞാൻ വിളിച്ചപ്പോൾ എന്നാൽ കൊണ്ടുവരും, നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കണം, എന്നാൽ തന്നെ അവൾ റിക്കവർ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കേട്ടോ. ഒന്ന് ഉച്ചയ്ക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് ഡോക്ടർ അവളെ നന്നായിട്ട് നോക്കിയിട്ടോ. നല്ല സ്നേഹത്തോടെ നോക്കുക. പരിചരണം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് തണുപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നതല്ല. നമ്മുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല. പൈസയൊക്കെ വലുതവരല്ലേ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, ഉള്ള കാലം സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ അവൾ ജനിച്ചപ്പോൾ തൊട്ടുള്ള ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പം ഞരമ്പിൻ്റെ പ്രോബ്ലം ആണോ അതോ ഇൻഫെക്ഷൻ തട്ടിയതാണോ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മരുന്നൊക്കെ വേറെ മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അവൾ ഓക്കെ ആയിട്ട് വരും. ഇല്ല വെച്ചാൽ ഇത്തിരി കഷ്ടമാണ് എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യുക, ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ് അല്ലേ. ഇത്തിരി കാലേ ഉള്ളൂ വെച്ചാലും സന്തോഷമായിട്ടിരിക്കുക, വലിയ കഷ്ടമില്ലാതെ മരിക്കാനൊരു ഭാഗ്യം വേണം. എൻ്റെ കുട്ടികൾക്ക് അതുണ്ടാവണേ എന്ന് മാത്രമാണ് എൻ്റെയും പ്രാർത്ഥന. ദയനീയമായിട്ടുള്ള ഈ നോട്ടം കാണുമ്പോഴാണ് കേട്ടോ കൂടുതൽ സങ്കടം.